അപ്പോൾ വലിയൊരു മീനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയെ കഴുകി എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പർ അച്ചാറുണ്ടാക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ പരിപാടി ഹമൂർ ഗ്രിൽ ചെയ്യലാണ്. ഹമൂർ എന്ന് പറഞ്ഞാൽ അറബികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീനാണ്. അവർ ചുടാനും ഗ്രിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീനാണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 9 കിലോ ഉണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം മോനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മീനച്ചാറാണ്. അപ്പോൾ വലിയൊരു മീനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയെ കഴുകി എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പർ അച്ചാറുണ്ടാക്കാം അല്ലേ. നല്ല സൂപ്പർ ഒരു അൽഫാം ഉണ്ടാക്കി എടുക്കാം അല്ലേ. ആ എന്താ സാധനം ഇത്, ഹെലികോപ്റ്ററാ. കിങ് ഫിഷ് ഗ്രില്ലഡ്. ഇതൊരു 17 കിലോ ഉള്ള ഒരു കിങ് ഫിഷാണ്. ഇതിന് നമ്മൾ ഫുള്ളായി ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കഴുകിയെടുത്ത് നല്ല സൂപ്പർ മസാലയൊക്കെ തേച്ചിട്ടുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് നമുക്കിതിനെ ഗ്രിൽ ചെയ്തെടുക്കാം. അടിപൊളി കരിമീൻ്റെ പരിപാടിയാണല്ലോ. നല്ല വലിയ വലിയ കരിമീൻ. അപ്പോൾ നമ്മളിന്ന് കാളാഞ്ചി മീനിനെ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പോകണം. കരിമീൻ്റെ പരിപാടിയാണല്ലോ. നല്ല വലിയ വലിയ കരിമീൻ. അപ്പോൾ നമ്മളിന്ന് കരിമീൻ വാഴയിൽ പൊള്ളിച്ച് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ പരിപാടികളോട് നടന്നിട്ട് നല്ലപോലെ ഒന്ന് ചെതമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ മലയാളികളുടെ സ്പെഷ്യൽ ഭക്ഷണമാണ് കേട്ടോ അത്. കരിമീൻ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. നല്ല വലിപ്പമുള്ള കരിമീനാണ്. 1/2 കിലോ മേലെ ഉണ്ട് ഒരെണ്ണത്തിന്. ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ കത്രിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഇതിൻ്റെ മുള്ളൊക്കെ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. അതുപോലെ വാല് കളറെ ഒരേപോലെ മുറിക്കരുത്. എല്ലാ കളറും കൂടി വരുമ്പോഴാണ് എൻ്റെ ഭംഗി. ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം. വലിയ അഴുക്കൊന്നുമില്ലട്ടാ. നല്ല ക്ലീനാണ്. ക്ലീൻ മീൻ. നല്ല വൃത്തിയുള്ള മീനാണ്. കടലിൽ കിടന്ന് ഇന്നും കുളിക്കുന്ന മീനാണ്. സോപ്പിട്ട് ഫുള്ള് നല്ലോണം മീറ്റാണ് കേട്ടോ.